യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ പ്രധാനമായി ചിന്തിച്ചത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മൾ ഒരിക്കലും ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ ജഡത്തിലാണ് നമ്മുടെ യാത്ര, നമ്മുടെ വാഹനം ഈ ജഡത്തിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് നേരിടുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ, എപ്പോഴും ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയായിരിക്കും. ഈ പാപ ശരീരത്തിന് വേണ്ടിയും പാപപ്രകൃതത്തിന് വേണ്ടിയും ആയിരിക്കും ജഡത്തിൻ്റെ മോഹങ്ങൾ എന്ന് പറയുന്നത്. ആരും ഇതിൽ നിന്നും വ്യത്യസ്തരല്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ള ആ വലിയ സത്യം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വിജയം തരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് നമ്മേക്കാൾ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ബലഹീനതകളെ ദൈവത്തിനറിയാം. നമ്മളിലുള്ള പാപ സ്വഭാവത്തെയും പാപപ്രകൃതത്തെയും കുറിച്ച് ദൈവത്തിനറിയാം. അത് നമ്മുടെ മേൽ വയ്ക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ സഹായകനാക്കി ദൈവം മാറ്റിയത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലാതെ ഇത് ദൈവം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് ആരാണോ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭൂമിയിൽ അവർ ദൈവത്തിനായി ജീവിച്ച് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു സഹായമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്നവരായ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിങ്ങൾ രക്ഷിക്കപ്പെടുകയും കർത്താവിൻ്റെ മരണം അടക്കം പുനരുത്ഥാനത്തിലേക്ക് നിങ്ങൾ ഏകീഭവിക്കുവാൻ സ്നാനപ്പെട്ടവരുമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഈ ആത്മാവുണ്ട്. രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഈ ആത്മാവുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പക്ഷേ നാം ചെയ്യേണ്ടത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ മറ്റൊരു വേദഭാഗത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആണ് നമ്മൾ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്രിസ്ത്യാനിയായാൽ അവൻ സ്വർഗത്തിലായി കഴിഞ്ഞു എന്നുള്ളത്. അവൻ ചെയ്യുന്നതായ ഈ ദുർനടപ്പോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ മോഹത്തിൻ്റെ നിവൃത്തികളോ ഒന്നും തന്നെ അവൻ്റെ രക്ഷയ്ക്ക് തടസ്സമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, വല്ലപ്പോഴും മദ്യപിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഈസ്റ്ററിനോ അല്ലെങ്കിൽ ക്രിസ്തുമസിനോ ദുഃഖവെള്ളിക്കോ ഒക്കെ മദ്യപിക്കുന്നത് യാതൊരു പ്രശ്നമില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ ഭവനത്തിൽ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാൻ കടന്നുപോയപ്പോൾ ഈ വിവാഹത്തിൻ്റെ തലേദിവസം അവിടെയുള്ള ഭക്തർ എന്നറിയപ്പെടുന്നതായ ക്രിസ്ത്യാനി സഹോദരന്മാർ എന്നെ വിളിച്ചു, ബ്രദറെ വാ, നമുക്ക് ഒന്ന് ആഘോഷിക്കാം, സന്തോഷിക്കാം. ഞാൻ പറഞ്ഞു, ഇല്ലല്ല, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കാളിയാവുകയില്ല. അവർ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, വല്ലപ്പോഴും 2 എണ്ണം അടിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല, ദൈവം ക്ഷമിക്കും. ഞാൻ ചോദിച്ചു, വല്ലപ്പോഴും എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതേ, ക്രിസ്മസിനോ ഈസ്റ്ററിനോ വല്ലപ്പോഴും ഒന്ന് അടിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പുരോഹിതന്മാരാണോ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഇത് സംബന്ധിച്ചുള്ള വാക്യം എവിടെയാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ആ വാക്യം വായിച്ചിരുന്നു. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരോട് പറയുമ്പോൾ, നേരത്തെയും അപ്പോസ്തലനായ പൗലോസ് പലവട്ടം ഈ ഒരു വിഷയത്തെ കുറിച്ച് പൗലോസ് സംസാരിച്ചിട്ടുണ്ട്. അതിനർത്ഥം എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ള സത്യം ആണ് നമ്മൾ ഗ്രഹിക്കുന്നത്.
നമ്മൾ ഇന്ന് മറ്റൊരു വേദഭാഗത്തിലേക്കാണ് കടക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 11 വരെ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്താണ് അന്യായം ചെയ്യുക എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഗലാത്യലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം കൂടെ വായിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴ് ഉള്ളവർ അല്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ഈ ന്യായപ്രമാണം എന്നുള്ളത് യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന കാര്യമാണല്ലോ, പിന്നെ ഞങ്ങളോടെന്തിനാ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത്? അല്ല, ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ എന്തിനാ വായിക്കുന്നത്? ഇത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണല്ലോ. അങ്ങനെയല്ല, ഇതെല്ലാവർക്കും വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ്. ഈ ന്യായപ്രമാണത്തിന് കീഴ് ഉള്ളവരല്ല എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ കാണിക്കുന്നത് മതത്തിൻ്റെ ബന്ധനത്തിൽ അല്ല എന്നുള്ളതായ സത്യമാണ്. എന്താണ് മതം എന്ന് പറയുന്നത്? സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ശരിയാണ്, മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. ദൈവം ഒരിക്കലും മതം സൃഷ്ടിച്ചിട്ടില്ല. കർത്താവ് യേശുക്രിസ്തു ഒരു മതം സ്ഥാപിക്കാനല്ല ഈ ഭൂമിയിൽ വന്നത്, മറിച്ച് യേശുക്രിസ്തു തന്നിലേക്ക് മനുഷ്യകുലം വന്നു ചേരുവാൻ, സ്വർഗത്തിലേക്ക് മനുഷ്യകുലം വന്നു ചേരുവാൻ ഒരു മാർഗം കാണിച്ചു തരുവാൻ, വഴി കാണിച്ചു തരുവാനാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. ഈ മതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആളുകൾ പൊതുവെ അവർ രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ സ്വയപരിശ്രമങ്ങൾ ചെയ്യുന്നതായ അവസ്ഥയാണ് ഈ മതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നിടത്ത് അത് മതമായിട്ട് മാറുകയാണ്. ക്രിസ്ത്യാനിത്വം പലപ്പോഴും മതമായി മാറുന്ന അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്താൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുമെന്ന് ഒരു അച്ഛനോ പാസ്റ്ററോ ഒരു ബ്രദറോ നിങ്ങളോട് സംസാരിച്ചാൽ അത് മതമാണ്. വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും മതത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവവചനത്തിൽ നിന്നും അന്യപ്പെട്ടല്ല നിൽക്കുന്നത്. ദൈവവചനത്തിലൂടെ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, വിശുദ്ധ ബൈബിൾ നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് നമ്മുടെ പിതാക്കന്മാർ മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വചനത്തിൽ ഇല്ലേലും അത് അനുസരിക്കുന്നതാണ് നമ്മളുടെ കീഴ്വഴക്കം. അതുകൊണ്ട് അങ്ങനെ പോയാൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പേരാണ് മതം എന്ന് പറയുന്നത്. എന്നാൽ മതമല്ലാത്തത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കാണിക്കുന്ന പ്രവൃത്തി എന്താണ്? ഈ മതത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ആ കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും യഹൂദന്മാരും യേശുവും തമ്മിലുള്ള ആ കോൺട്രഡിക്ഷൻ, ആ ഒരു എതിർപ്പ് എന്ന് പറയുന്നത്, ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, യേശു മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ജനത്തെ വിടിവിപ്പാൻ ആഗ്രഹിച്ചു. പലപ്പോഴും ഈ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനങ്ങളിൽ ജനമായിപ്പോയി. അവർ ചിന്തിച്ചു, ആ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയും, രക്ഷ പ്രാപിക്കാൻ കഴിയും. അതുപോലെ അവർ ചിന്തിച്ചു, സ്വയമുള്ള ചില പരിശ്രമങ്ങളിലൂടെ ദൈവത്തിനു മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനെ നിൽക്കുവാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ടല്ലേ കർത്താവ് യേശുക്രിസ്തു 2 പേരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉദാഹരണം പറഞ്ഞത്? യേശു പറഞ്ഞു, 2 പേര് പ്രാർത്ഥിക്കാൻ പോയി, അതിൽ ഒരുവൻ പരീശൻ, മറ്റുള്ളവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ നിൽക്കുന്ന പാപിയായ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ എല്ലാത്തിലും ദശാംശം കൊടുക്കുന്നു, നേടുന്നതിലൊക്കെ പാതാരം കൊടുക്കുന്നു. ഞാൻ ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു, പക്ഷേ ഇവനോ അതൊന്നും ചെയ്യുന്നില്ല. അവൻ പറയുന്നത് മുഴുവനും ന്യായപ്രമാണത്തിൻ്റെ ആ ഒരു എഴുത്തുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് തൻ്റെ ഈ പ്രാർത്ഥന ദൈവം അംഗീകരിക്കും എന്നുള്ള ആ വിശ്വാസത്താലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ മടിയുള്ളവനായി അവൻ ദൈവത്തോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ദൈവമേ, ഞാൻ പാപിയാ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ നെഞ്ചത്തടിച്ച് കരഞ്ഞാണ് അവൻ്റെ പ്രാർത്ഥന.
ഇതാണ് മതത്തിൻ്റെ ബന്ധനത്തിനുള്ള വിടുതൽ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളോടാണ് പറയുന്നത്. ഈ ബൈബിൾ വായിച്ച് കേവലം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ മതത്തിലാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ വായിക്കുന്ന പോലെ ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവരാകാതെ, അല്ലെങ്കിൽ മതത്തിൻ്റെ ബന്ധനത്തിൽ നമ്മൾ പെടാതെ നമ്മൾ വിടുതൽ പ്രാപിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കാണുന്നതായ പല വ്യക്തികളും പല സഭകളും എന്ന് ഞാൻ മുൻകൂട്ടി പറയുക, മതത്തിൻ്റെ ബന്ധനത്തിലാണ്. അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ തീർച്ചയായിട്ടും അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ നോക്ക്, നമുക്ക് ആളുകളോട് ചോദിക്കാം, നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? അവർ നോ നോ നോ, ഞങ്ങൾക്ക് യാതൊരു എൻജോയ്മെൻറ്റുമില്ല, ഞങ്ങൾ ഹാപ്പിയല്ല, ഞങ്ങൾക്ക് ഫ്രീഡമില്ല. കാരണം ഞങ്ങൾ ചില കെട്ടുപാടുകളിലാണ്, ഞങ്ങൾ ചില ബന്ധനങ്ങളിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രന് സ്വാതന്ത്ര്യം വരുത്തിയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ആരും ചോദിക്കപ്പെടാതെ നടക്കുക എന്നുള്ളതാണോ? അല്ല. മറിച്ച് നമ്മളെല്ലാവരും ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ശ്രേഷ്ഠമേറിയ ഒരു ഭരണഘടനയാൽ നയിക്കപ്പെടുന്നവരായി മാറുക എന്നുള്ളതാണ് അതിനർത്ഥം. അതിന് കീഴിൽ ഈ രാജ്യത്തിൻ്റെ റിസോഴ്സസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ ആ മഹാത്മ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ യേശുക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആത്മാവിൻ്റെ ആ അനുസരണത്തിലേക്ക് വരുമ്പോൾ ആത്മാവിലൂടെ ദൈവരാജ്യത്തിലുള്ള സകല റിസോഴ്സസിനും നമ്മൾ ഭാഗവാക്കുകളായി മാറുക. അതിൽ ലഭിക്കുന്നതായ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, അതെ, ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണും, ഞാൻ താളടിയാവുകയില്ല, ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ ഉടഞ്ഞു പോവുകയില്ല, മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, മതത്തിൻ്റെ ആ ശക്തിയിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ സ്വയം രക്ഷ പ്രാപിക്കുവാൻ ഉള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ. അതുകൊണ്ട് നമ്മളുടെ വായിച്ച വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. അതുപോലെ നമ്മൾ വായിച്ചതായ മറ്റൊരു വാക്യം, 18-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല അല്ല അല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ന്യായപ്രമാണത്തിൻ്റെ ഈ മതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രം പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇന്നുള്ള സഭാ സംവിധാനങ്ങളെ കുറ്റം പറയുന്നു എന്നുള്ളത്. ഞാൻ അതിനെയല്ല കുറ്റം പറയുന്നത്, ഞാൻ അതിനെയല്ല നിങ്ങളുടെ നേരെ ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ആത്മാവിനെ അനുസരിക്കാതെയുള്ള ക്രിസ്തീയ ജീവിതത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അത് ക്രിസ്തീയ ജീവിതമാകുന്നില്ല, യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമല്ലത്. അതുകൊണ്ട് ആ ശരിയായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ക്രിസ്ത്യാനുഗാമികളാണെങ്കിലും ക്രിസ്തീയ നാമധേയമുള്ളവരാണെങ്കിലും ഞങ്ങൾ പലപ്പോഴും മതാനുസാരികളാണ്. പലപ്പോഴും ഞങ്ങൾ സ്വയം രക്ഷ പ്രാപിപ്പാൻ ശ്രമിക്കുന്നു. ചില നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ അനുസരണം ഇല്ലാതെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ വാസ്തവമായിട്ടും ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയും പാപത്തിൽ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്നും ഈ മതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമെടുക്കാം. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ, പുതിയൊരു ആത്മീയ വെളിപ്പാട് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് സന്ദേശം അയയ്ക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.